ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ മഴക്കാലത്ത് നമുക്ക് എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആകുന്ന ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത്. മഴക്കാലം എത്തിയതോടുകൂടി പെറ്റ് പെരുകി ശക്തി പ്രാപിച്ചിരിക്കുകയാണ് ഈച്ചയും കൊതുകുമെല്ലാം. രാസവസ്തുക്കളോ കീടനാശിനികളോ ഒന്നും തന്നെ ഇല്ലാതെ ഇവയുടെ ശല്യം തീർത്തും ഇല്ലാതാക്കാനുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത്. ഒരു ചെറിയ പപ്പായ പീസും ഒരു പിടി കടുകും ഉണ്ടെങ്കിൽ ഈച്ചയെയും കൊതുകിനെയും നമുക്ക് കൂട്ടത്തോടെ തുരത്തി ഓടിക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ പപ്പായ എടുത്തിട്ടുണ്ട്. അധികം മൂക്കാത്ത പപ്പായയാണ് കേട്ടോ ഇത്. ഈച്ച, കൊതുക് എന്നിവയെ തുരത്തി ഓടിക്കാൻ 100% എഫക്റ്റീവാണ് പപ്പായയുടെ ഇലകൾ. അതുപോലെ തന്നെ പപ്പായ വെച്ചും ഈച്ചയും കൊതുകിനെയും തുരത്തി ഓടിക്കാൻ നമുക്ക് സാധിക്കും. പപ്പൈൻ, കൈമോപപ്പൈൻ, ഫീനോളിക് ആസിഡ് തുടങ്ങിയ ആൽക്കലോയിഡ്സ് പപ്പായയുടെ ഇലകളിലും കായ്കളിലും ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന ഈ ആൽക്കലോയിഡ്സും ആസിഡുമൊക്കെയാണ് ക്ഷുദ്രജീവികളെ അകറ്റി നിർത്താൻ നമ്മെ സഹായിക്കുന്നത്. പപ്പായ ഞാനിവിടെ 2 പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു സൈഡിലേക്ക് മാറ്റിവെക്കാം. നമ്മുടെ വീടിനകത്തെ കൊതുകിനെയും ഈച്ചയും ഒക്കെ തുരത്തി ഓടിക്കാൻ വളരെ വിശേഷപ്പെട്ട ഒന്നാണ് കടുക്. ഞാനിവിടെ 2 സ്പൂൺ കടുകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് കുറച്ചധികം ഉണ്ടാക്കി വെച്ചാൽ നമുക്കിത് ഒരു മാസത്തോളം ഉപയോഗിക്കാൻ സാധിക്കും. കടുക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഞാനിവിടെ ഒരു ഇടികല്ലിലിട്ടാണ് കേട്ടോ കടുക് പൊടിച്ചെടുക്കുന്നത്. കൂടുതൽ അളവിലെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് മിക്സിയുടെ ജാറിലിട്ടും പൊടിച്ചെടുക്കാം. കടുകിൻ്റെയും പപ്പായയുടെയൊക്കെ സ്മെല്ല് വളരെ കുറച്ച് മാത്രമേ നമുക്കൊക്കെ ഫീൽ ചെയ്യാറുള്ളൂ. എന്നാൽ ഈച്ച, കൊതുക് തുടങ്ങിയ പ്രാണികൾക്ക് ഇതിൻ്റെയൊക്കെ സ്മെല്ല് കൂടുതലായിട്ട് ഫീൽ ചെയ്യുകയും അവ ആ പരിസരത്ത് നിന്ന് തന്നെ ഇല്ലാതാവുകയും ചെയ്യും. കടുക് ഞാനിവിടെ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരൈറ്റം കൂടി ചേർത്ത് കൊടുക്കണം. കൊതുക്, പല്ലി, പാറ്റ, ഈച്ച എന്നിവയെ തുരത്തി ഓടിക്കാൻ വളരെ വിശേഷപ്പെട്ട ഒന്നാണ് ആര്യവേപ്പില എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ആര്യവേപ്പിലയൊക്കെ നമുക്ക് കിട്ടാനും പ്രയാസമില്ലല്ലോ. നമ്മുടെ വീട്ടിലില്ലെങ്കിൽ അടുത്ത വീടുകളിൽ എവിടെയെങ്കിലും ഉണ്ടാകും. 3 തണ്ട് ആര്യവേപ്പില ഇതുപോലെ ഒന്ന് ഉതിർത്തെടുത്ത് നമുക്ക് ഇടികല്ലിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പിന്നെ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെയാണ് കേട്ടോ നമ്മളിതൊക്കെ പൊടിച്ചെടുക്കുന്നത്. കടുകും ആര്യവേപ്പിലയും ഒക്കെ ചേർത്ത് നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി സ്റ്റൗവിലേക്ക് വെച്ചു കൊടുക്കാം. നമ്മുടെ മരുന്നുണ്ടാക്കാനായിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുക്കുന്നത്. നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ ഏത് വേണേലും ഇതിനായിട്ട് എടുക്കാവുന്നതാണ്. എണ്ണയുടെ അളവൊക്കെ കുറച്ച് കൂട്ടിയെടുക്കുകയാണെങ്കിൽ മാസങ്ങളോളം കൊതുകിനെ തുരത്തി ഓടിക്കാൻ നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആ പൊടിച്ച് വെച്ചേക്കുന്ന കടുകും ആര്യവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 200 മില്ലി വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ആര്യവേപ്പില മിക്സാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറുതീയിലിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മളിട്ട് കൊടുത്ത കടുകും ആര്യവേപ്പിലയും ഒക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടണം. കടുകും ആര്യവേപ്പിലയും ഒക്കെ നല്ലതുപോലെ മൊരിഞ്ഞ് അതിൻ്റെയൊക്കെ ആ സത്ത് നമ്മുടെ എണ്ണയിലേക്ക് ഇറങ്ങുന്നത് വരെ തിളപ്പിക്കണം. പൊടിയാത്ത ചില കടുക് എണ്ണയിൽ കിടന്ന് നന്നായിട്ട് പൊട്ടുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ എണ്ണ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തണുത്ത് കിട്ടണം. അതിനായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റിവെക്കാം. എണ്ണ അവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് തണുത്ത് വരുമ്പോഴേക്കും നമ്മൾ ആ പൊടിച്ച് വെച്ചേക്കുന്ന കടുക് ആര്യവേപ്പില മിക്സ് കൊണ്ട് നമുക്ക് കൊതുകിനെ തുരത്തി ഓടിക്കാനുള്ള മറ്റൊരു ടിപ്പ് ചെയ്യാം. എണ്ണയൊക്കെ തിളപ്പിക്കാൻ മടിയുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ ഈ ടിപ്പ്. ഒരു ചെറിയ പാത്രത്തിലേക്കോ അല്ലെങ്കിൽ ഒരു മൺചിരാതിലേക്കോ നമ്മുടെ കടുക് ആര്യവേപ്പില മിക്സിൽ നിന്നും കുറച്ചെടുത്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഒഴിച്ചതിന് ശേഷം ഒരു സ്പൂണ് കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്കൊരു തിരിയിട്ട് ഇതൊന്ന് കത്തിക്കാം. കൊതുകിൻ്റെ ശല്യമുള്ള സമയത്ത് ഇതൊന്ന് കത്തിച്ച് വെച്ചാൽ മതി. നിമിഷ നേരം കൊണ്ട് നമ്മുടെ റൂമിനകത്തെ കൊതുകെല്ലാം ഇല്ലാതാകുന്നത് നമുക്കറിയാൻ സാധിക്കും. കൊതുകിനെ തുരത്തി ഓടിക്കാൻ വളരെ എഫക്റ്റീവാണ് നമ്മുടെ ഈ മിക്സ്. പക്ഷേ പൊടിച്ചെടുത്താൽ അപ്പം തന്നെ ഉപയോഗിച്ച് തീർക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ മിക്സ് പെട്ടെന്ന് തന്നെ കേടായി പോകും. അപ്പോൾ എണ്ണയൊക്കെ തിളപ്പിക്കാൻ മടിയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ടിപ്പൊന്ന് ചെയ്ത് നോക്കൂട്ടോ. കടുകും ആര്യവേപ്പിലയും ചേർത്ത് പൊടിച്ച് കാച്ചിയെടുത്ത എണ്ണ നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഒരു സ്പൂണ് കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. കടുകും ആര്യവേപ്പിലയും ഒക്കെ നല്ലതുപോലെ എണ്ണയിൽ ഒന്ന് മിക്സായി കിട്ടണം. അടുത്തതായി നമ്മൾ ആ മുറിച്ച് വെച്ചേക്കുന്ന പപ്പായ മറിഞ്ഞു പോവാതിരിക്കാനായിട്ട് ഒരു ചെറിയ പാത്രത്തിനുള്ളിലേക്ക് ഇതുപോലെ ഒന്ന് ഇറക്കി വയ്ക്കാം.
മുറിച്ച പപ്പായക്കുള്ളിലേക്ക് നമ്മൾ ആ കടുകും ആര്യവേപ്പിലയും ഇട്ട് കാച്ചിയെടുത്ത എണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു തിരിയിട്ട് ഇതൊന്ന് കത്തിക്കാം. കൊതുകിനെ തുരത്തി ഓടിക്കാൻ വളരെ വിശേഷപ്പെട്ടവയാണ് കടുക്, ആര്യവേപ്പില, പപ്പായ എന്നിവയെല്ലാം. ഇവയെല്ലാം ചേർന്ന് കത്തുമ്പോൾ ഉണ്ടാകുന്ന വല്ലാത്തൊരു സ്മെല്ലാണ് കേട്ടോ ഇവിടെ നിറയെ. സന്ധ്യാസമയത്താണ് നമ്മുടെ വീടിനകത്തേക്ക് കൊതുകെല്ലാം പ്രവേശിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ ഒന്നുണ്ടാക്കി വെച്ചാൽ ഒരൊറ്റ കൊതുക് പോലും നമ്മുടെ വീടിനകത്തേക്ക് വരില്ല. ഇനിയിപ്പോൾ പപ്പായ ഒന്നും കിട്ടാനില്ലാത്തവരാണെങ്കിൽ ഒരു മൺചിരാതിലേക്കോ ഒരു ചെറിയ പാത്രത്തിലേക്കോ നമ്മുടെ എണ്ണ കുറച്ച് ഒഴിച്ചതിന് ശേഷം ഒരു തിരിയിട്ട് കത്തിച്ചാലും മതി. ഇതുണ്ടാക്കി ഒരു തവണ ഒന്ന് കത്തിച്ച് നോക്കൂ, നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. അത്രയ്ക്ക് യൂസ്ഫുള്ളായ ഒരു ടിപ്പാണ് കേട്ടോ ഇത്. പിന്നെ ഒരു തവണ ഉണ്ടാക്കിയാൽ ഒരു മാസത്തോളം നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യാം. വെറും 5 മിനിറ്റ് നേരത്തെ പണിയല്ലേ ഉള്ളൂ. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ. നമ്മൾ കാച്ചിയെടുത്ത എണ്ണ ബാക്കിയുള്ളത് ഒരു കുപ്പിയിലേക്ക് ഒഴിച്ച് അടച്ചു വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ എടുത്ത് കത്തിക്കാം. കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചാൽ ഒരു മാസത്തോളം നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഈച്ച, കൊതുക് എന്നിവയെ തുരത്തി ഓടിക്കാനുള്ള ഈ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്